ഹജ്ജ് വേളയിൽ മക്കയിലും പുണ്യസ്ഥലങ്ങളിലും കടുത്ത ചൂടിനും ശക്തമായ പൊടിക്കാറ്റിനും സാധ്യതയെന്ന് സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഹജ്ജ് ദിനങ്ങളിൽ താപനില 47 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങളാണ് മക്കയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്നു മുതൽ ഹജ്ജ് കർമ്മങ്ങളുടെ ആദ്യ ദിവസമായ മെയ് 25 വരെ മക്കയിലും പുണ്യസ്ഥലങ്ങളിലും താപനില 44 മുതൽ 47 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഈ ദിവസങ്ങളിൽ അന്തരീക്ഷത്തിലെ ഈർപ്പം 10 മുതൽ 40% വരെയായിരിക്കും. മണിക്കൂറിൽ 15 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന തെക്കു പടിഞ്ഞാറൻ കാറ്റ് പകൽ സമയങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റിന് കാരണമാകും. എന്നാൽ അറഫ ദിനം മുതൽ ദുൽഹജ്ജ് 13 വരെ, അതായത് ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ താപനില 42 മുതൽ 44 ഡിഗ്രി വരെയായി കുറയുമെങ്കിലും അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് 55% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇത് ഉഷ്ണം വർദ്ധിപ്പിക്കും. കൂടാതെ തായിഫിലുണ്ടാകാൻ സാധ്യതയുള്ള ഇടിമിന്നലോട് കൂടിയ മഴയുടെ സ്വാധീനം ശക്തമായ കാറ്റോടെ പുണ്യസ്ഥലങ്ങളിലേക്കും നീണ്ടേക്കാമെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നു. തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തി സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. മക്ക, മദീന, ഹജ്ജുമായി ബന്ധപ്പെട്ട മറ്റു കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ കാലാവസ്ഥ തത്സമയം നിരീക്ഷിക്കാൻ 59 ഓട്ടോമാറ്റിക് സ്റ്റേഷനുകളും 19 മൊബൈൽ സ്റ്റേഷനുകളും റഡാറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് കൃത്യമായ വിവരങ്ങളും ബോധവൽക്കരണ സന്ദേശങ്ങളും അവരുടെ മാതൃഭാഷകളിൽ ലഭ്യമാക്കാൻ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള പുതിയ ഡിജിറ്റൽ മീഡിയ സെന്ററും പ്രവർത്തനം ആരംഭിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.